നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വണ്ടിയിലാ അയാൾ അവളെ കേട്ടിക്കൊണ്ട് പോയത്. നമ്മള് ശരിയായ സ്ഥലത്ത് തന്നെ എത്തിയത്. അവള് ഇതിനകത്തുണ്ട്. വാ പാറു. എന്താ സൗസു, പേടിയുണ്ടോ? അവളെ തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ അയാളൊരു ക്രിമിനൽ ആയിരിക്കും. കൂടെ വേറെ ആൾക്കാരുണ്ടാവും. അവരുടെ മുന്നിലേക്ക് നമ്മള് 3 പെൺകുട്ടികളെ കയറി ചെല്ലുക എന്ന് പറഞ്ഞാ. ഓട്ടോയിൽ വരുമ്പോ നീ വലിയ ഡയലോഗ് അടിച്ചിരുന്നല്ലോ, ഫൈറ്റ് ചെയ്യും തോൽപ്പിക്കുന്നൊക്കെ. അതൊക്കെ ശരിയാ, പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല പേടിയുണ്ട്. ആ പെൺകുട്ടിയും അപകടത്തിലല്ലേ സൗസു? അതറിഞ്ഞുകൊണ്ട് തിരിച്ചു പോവാന്ന് പറഞ്ഞാ? സൗസ് പറഞ്ഞതിലും കാര്യമുണ്ട് പാറു. അവരെത്ര പേരുണ്ടെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അറിഞ്ഞുകൊണ്ട് അപകടത്തിൽ ചെന്ന് ചാടിക്കൊടുക്കുന്നത് വിവരക്കേടാ. കുറച്ചു സമയം നമുക്ക് എവിടെയെങ്കിലും മറങ്ങി നിന്നോട് ശ്രദ്ധിക്കാം. വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലായ മാത്രം മുന്നോട്ട് പോ. കുഴപ്പം പിടിച്ച സ്ഥലമാണെങ്കിൽ പ്രിയനെയോ മോഹനെയോ കൈലാഷ് സാറിനെയോ ആരെങ്കിലുമൊക്കെ വിളിച്ചു വരുത്താം. കുറച്ചു ദൂരം മെയിൻ റോഡിലൂടെ നിങ്ങളെ കൊണ്ടുപോവാ. വണ്ടി കിടന്ന് ബഹളം വെച്ച ആൾക്കാരെ വിളിച്ചൂട്ടി രക്ഷപ്പെടാമെന്ന ചിന്ത മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. നിങ്ങൾ അതിബുദ്ധി കാണിച്ച നിങ്ങളുടെ എല്ലാവരുടെയും പലതരത്തിലുള്ള ഫോട്ടോസ് ലോകം മുഴുവൻ പറന്നു കിടക്കും. എന്തായി, എല്ലാം പാക്ക് ചെയ്തോ? ആ, ഇവരെയും കൊണ്ട് ഞാൻ ആദ്യം പോവും. വേണുവിനോട് വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പുറകെ വന്നാൽ മതി. ഇവരെ വണ്ടിയിൽ കയറ്റുമ്പോ നിങ്ങളൂടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഓടിക്കളയും. എല്ലാവരും മിടുക്കികളാ, പ്രത്യേകിച്ച് ദാ ഇവൾ. ഇവളുടെ മിടുക്ക ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. അവിടെ എത്തട്ടെ. ആ, നീ വണ്ടി റെഡിയാക്കി. എല്ലാവരുടെയും കാലിലെ കെട്ടഴിച്ചിട്ട് കൈയടിക്കോ. നീക്കടി. അവിടെങ്ങും ആരുമില്ല. വാ. പോകുന്ന വഴിക്ക് നിങ്ങൾ ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിച്ച നിങ്ങളുടെ ശ്രമം വെറുതെ ആകും. കാരണം വണ്ടിയിൽ വെച്ചതിന് ബഹളം വെക്കുന്നവരുടെ കൊരവള്ളി ഞാൻ അരിയും. ഇതിനു മുമ്പും ഞാൻ ഒരുപാട് പെൺകുട്ടികളെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നോട് സഹകരിച്ചവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതിബുദ്ധി കാണിച്ചവരിൽ ചിലരുടെ ശവം കായലിലുണ്ട്, ചിലരുടെ ശവം കടലിലുണ്ട്. പാറു, എന്താ ഇവിടെ നടക്കുന്നേ? പാറു, ഒരു പെൺകുട്ടിയെ രക്ഷിക്കാനല്ലേ നമ്മളോട് വന്നത്? ഒരു പെൺകുട്ടിയല്ല, കുറെ പെൺകുട്ടികളെ അയാളെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അവരെ എല്ലാവരെയും എങ്ങോട്ടോ കടത്താനുള്ള പരിപാടിയാ.